COVID-19 can be characterized as a pandemic. കോവിഡ് കഴിഞ്ഞ് ലോകം വീണ്ടും മറ്റൊരു വൈറസിനെ ഭയക്കാൻ തുടങ്ങുകയാണോ? ആഫ്രിക്കയിലെ ചില രാജ്യങ്ങളിൽ പടരുന്ന പുതിയ എബോല ഔട്ട്ബ്രേക്ക് ഇപ്പോൾ WHO പോലും അതീവ ജാഗ്രതയിലാക്കിയിരിക്കുകയാണ്. കാരണം ഇത് സാധാരണ എബോല ഔട്ട്ബ്രേക്ക് അല്ലെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ഇതുവരെ നൂറുകണക്കിന് സസ്പെക്റ്റഡ് കേസസും 200-ലധികം മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് WHO പറയുന്നത്. അതിലും ആശങ്കപ്പെടുത്തുന്നത് ഈ ഔട്ട്ബ്രേക്ക് ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചറിയാൻ വൈകിയെന്നാണ് റിപ്പോർട്ടുകൾ. പുതിയ സ്ട്രെയിൻ, വേഗത്തിൽ ഉയരുന്ന കേസുകൾ, ആരോഗ്യ പ്രവർത്തകർ ബാധിക്കപ്പെടുന്നു, ചില സ്ഥലങ്ങളിൽ ജനങ്ങളുടെ പ്രതിഷേധം വരെ ഉയരുന്നു. ഇപ്പോൾ പലരും ചോദിക്കുന്നത്, ലോകം വീണ്ടും മറ്റൊരു ആരോഗ്യ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. എബോല റിട്ടേൺസ്. കോങ്കോയും ഉഗാണ്ടയും കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഇബോല കേസുകൾ ഉയരുന്നത്. സ്ഥിതി ഗുരുതരമാണെന്ന മുന്നറിയിപ്പോടെ WHO ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിദഗ്ധരെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് മറ്റൊരു കാര്യമാണ്. ഇത് ബുണ്ടിബുഗ്യോ സ്ട്രെയിൻ ആണെന്നാണ് റിപ്പോർട്ടുകൾ. അതായത് മുമ്പ് ഉപയോഗിച്ചിരുന്ന ചില വാക്സിൻസ് ഈ സ്ട്രെയിനെതിരെ പൂർണ്ണമായി ഫലപ്രദമാകണമെന്നില്ല. അതുകൊണ്ടാണ് ഹെൽത്ത് ഒഫീഷ്യൽസ് ഇപ്പോൾ കൂടുതൽ ജാഗ്രത ആവശ്യപ്പെടുന്നത്. ചില റിപ്പോർട്ടുകൾ പ്രകാരം വൈറസ് ഏതാനും ആഴ്ചകളോളം ക്വയറ്റ്ലി സ്പ്രെഡ് ചെയ്ത ശേഷമാണ് സ്ട്രെയിൻ തിരിച്ചറിഞ്ഞത്. അതായത് വ്യാപനം ഇതിനകം കൂടുതൽ ആളുകളിലേക്ക് എത്തിയിരിക്കാമെന്ന ആശങ്ക ഉയരുന്നുണ്ട്. ചാപ്റ്റർ 2. ഹൗ ഡേഞ്ചറസ് ഈസ് ഇറ്റ്? വിദഗ്ധർ പറയുന്നത് ഫ്രൂട്ട് ബാറ്റ്സിൽ നിന്നാണ് ഇബോല വൈറസ് മനുഷ്യരിലേക്ക് എത്തിയതെന്നാണ് കരുതുന്നത്. അതിനുശേഷം ഇൻഫെക്റ്റഡ് ആനിമൽസ്, ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ്, ക്ലോസ് ഫിസിക്കൽ കോൺടാക്റ്റ് ഇവ വഴിയാണ് വൈറസ് മനുഷ്യരിൽ പടരുന്നത്. കോവിഡ് പോലെ വായുവിലൂടെ എളുപ്പത്തിൽ പകരുന്ന വൈറസ് അല്ല ഇബോല. പക്ഷേ ഒരു ആളിൽ സിംറ്റംസ് ആരംഭിച്ചാൽ ഇൻഫെക്ഷൻ റിസ്ക് വളരെ ഉയരാം. ആദ്യ ലക്ഷണങ്ങൾ സാധാരണ പനി, ശരീരവേദന, ക്ഷീണം, ഛർദി എന്നിവയാണ്. പിന്നീട് ചില ഗുരുതര കേസുകളിൽ ആന്തരിക രക്തസ്രാവം വരെ ഉണ്ടാകാം. 3. Why experts are worried? ഇപ്പോൾ വിദഗ്ധരെ ആശങ്കപ്പെടുത്തുന്നത് ഔട്ട്ബ്രേക്ക് മാത്രമല്ല, അതിനെ നേരിടാനുള്ള സംവിധാനങ്ങളുടെ ദൗർബല്യം കൂടിയാണ്. PPE ഷോർട്ടേജസ്, ഫീൽഡ് സ്റ്റാഫ് കുറവ്, റാപ്പിഡ് ടെസ്റ്റിംഗ് പ്രശ്നങ്ങൾ ഇവ ഔട്ട്ബ്രേക്ക് നിയന്ത്രണം കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം USAID ഫണ്ടിംഗ് കട്ട്സ് അടക്കമുള്ള കാരണങ്ങൾ മൂലം ചില ഹെൽത്ത് പ്രോഗ്രാംസ് ദുർബലമായെന്നാണ് ചില റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഉൾപ്രദേശങ്ങളിൽ ഏർലി ഡിറ്റക്ഷൻ നടത്താനുള്ള സംവിധാനങ്ങൾ ബാധിക്കപ്പെട്ടുവെന്നാണ് വിമർശനം. എക്സ്പേർട്സ് പറയുന്നത് ഇബോല ഔട്ട്ബ്രേക്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെയുള്ള കണ്ടെത്തലാണ്. വൈകിയ തിരിച്ചറിവ്, വൈകിയ ഐസൊലേഷൻ, വൈകിയ ട്രേസിംഗ് ഇവ സ്ഥിതി വേഗത്തിൽ മോശമാക്കാം. ചാപ്റ്റർ 4. ഫിയർ ആൻഡ് ക്യാസ്. ഇപ്പോൾ ഇത് വെറും ആരോഗ്യ പ്രതിസന്ധി മാത്രമല്ല, ചില സ്ഥലങ്ങളിൽ ഭയവും ആശങ്കയും കൂടുകയാണ്. ഇബോല വിക്ടിംസിന്റെ ബറിയൽ പ്രോട്ടോകോൾസിനെ ചൊല്ലി ചില പ്രദേശങ്ങളിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകൾ പറയുന്നു. ചില സ്ഥലങ്ങളിൽ സിമെട്രി മേഖലകളിൽ വരെ ജനക്കൂട്ടങ്ങൾ പ്രതിഷേധിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. കാരണം എബോല ഔട്ട്ബ്രേക്സിൽ മൃതദേഹങ്ങൾ പോലും ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. അതേസമയം എബോല ബാധിച്ചിരിക്കാമെന്ന സംശയത്തെ തുടർന്ന് ഒരു അമേരിക്കൻ പൗരനെ ജർമ്മനിയിലേക്ക് മാറ്റിയതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഇതോടെ അന്താരാഷ്ട്ര ആശങ്ക വീണ്ടും ശക്തമായി. 5. അനദർ പാൻഡമിക്. എബോല കോവിഡ് പോലെ വായുവിലൂടെ എളുപ്പത്തിൽ പടരുന്ന വൈറസ് അല്ല. പക്ഷേ എബോലയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനും പാടില്ലെന്നാണ് മുന്നറിയിപ്പ്. കോവിഡ് ലോകത്തെ ഒരു കാര്യം പഠിപ്പിച്ചിരുന്നു: ഒരു ഔട്ട്ബ്രേക്ക് ഒരു രാജ്യത്തിൻ്റെ പ്രശ്നമായി മാത്രം തുടരണമെന്നില്ല. ഇപ്പോൾ ലോകം വീണ്ടും ജാഗ്രതയോടെ എബോലയെ നിരീക്ഷിക്കുകയാണ്. അടുത്ത ഏതാനും ആഴ്ചകൾ ഈ ഔട്ട്ബ്രേക്ക് നിയന്ത്രണത്തിലാകുമോ ഇല്ലയോ എന്ന് തീരുമാനിച്ചേക്കാം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കമൻറ്റിൽ പറയൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ.